ഹുദൈബിയ. പല സ്വഹാബികളുടെ മനസ്സിലും വേദനയുണ്ടായി. സയ്യിദുനാ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ഹബീബിനോട് ചോദിച്ചത്, അലസ്ത നബിയല്ലാഹ്, നബിയേ അങ്ങ് അല്ലാഹുവിന്റെ റസൂൽ തന്നെയല്ലയോ? ഖാല ബലാ, അതേ ഉമറേ. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തുകാരും അവര് അസത്യത്തിന്റെ കൂടെയുമല്ലയോ നബിയേ? ഖാല ബലാ. അവലൈസ ഖത്ലാനാ ഫിൽ ജന്നതി വഖത്ലാഹും ഫിന്നാർ, ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ നബിയെ നമ്മളിൽ ഷഹീദാകുന്നവർ സ്വർഗത്തിലേക്ക് പോകുന്നവരല്ലേ, അവരിൽ മരണപ്പെടുന്നവർ നരകത്തിലേക്കല്ലേ പോകുന്നത്? ബലായ ഉമർ, അതേ ഉമറേ. ഫലിമ ഹാദിഹി ദനിയതു യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ ഈ നാണക്കേട്? നമ്മൾ 2500 ആളുകളില്ലേ, മക്കക്കാര് നമ്മളെ തടഞ്ഞു വെക്കുകയോ മക്കയിലേക്ക് കടക്കരുത് എന്ന് ഏതാനും 5-6 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് നമ്മെ തടയുകയും ചെയ്യുമ്പോ ഉംറക്ക് ഇഹ്റാം ചെയ്ത് 500-ലേറെ കിലോമീറ്റർ താണ്ടി യാത്ര ചെയ്തു വന്ന നമ്മളോട് തിരിച്ചു പോകാൻ പറയുമ്പോ എന്തിനാ നബിയെ ഈ മാനക്കേടിനെ തലവെച്ചു കൊടുക്കുന്നത്? ഇത് പറഞ്ഞപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പുണ്യനബി തങ്ങളും ഉമർ എന്നവരും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിന്റെ ശകലം കേട്ടു. ഓടി വന്നുകൊണ്ട് ഉമർ എന്നവരുടെ കോളറിനെ പിടിച്ചിട്ട് മജാമിഇ സൗബിഹി, മഹാനവറുടെ കഴുത്തിന്റെ ഭാഗം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ വല്ലാഹി ഇന്നഹു ലറസൂലുള്ളാഹ്. സംശയം വേണ്ട ഉമറേ. ഉമർ എന്നവർക്ക് സംശയം ഉണ്ടായത് കൊണ്ടല്ല, ആ സന്ദർഭത്തിന്റെ വേദന ഉമർ എന്നവർ പറയാം. ഉമറേ അവരല്ലാഹുവിന്റെ റസൂല് തന്നെയാണ്, പറയുന്നത് സത്യമാണ്, നമുക്ക് സ്വർഗം തന്നെയാണ്. എന്നാൽ അല്ലാഹു പറയുന്നതേ ഹബീബിന് പറയാൻ കഴിയൂ, അല്ലാഹു നിർദ്ദേശിക്കുന്നതേ ഹബീബിന് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തങ്ങളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഉംറ അടുത്ത വർഷം ഖളാ വീട്ടാം. ഉംറത്തുൽ ഖളാ നടന്നു, നമ്മൾ ഖളാ വീട്ടാൻ വരും. ഇപ്പോൾ തിരിച്ചു പോവുകയാണ് മദീനയിലേക്ക് എന്ന് റസൂലുള്ളാഹി പറയുമ്പോ ഉമറേ അത് നബി തങ്ങളുടെ തീരുമാനം മാത്രമല്ല, അല്ലാഹുവിന്റെ തീരുമാനം അതാണ്. അതായിരുന്നു ഹുദൈബിയ. സ്വഹാബിമാര് തിരിച്ചു പോന്നു. നമ്മൾ ഉംറയ്ക്കൊക്കെ പോകുമ്പോഴേ കാലിക്കറ്റ് എയർപോർട്ടിലെത്തിയിട്ട് എമിഗ്രേഷൻ തിരിച്ചു വിട്ടു എന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ആകെ 1 മണിക്കൂറൊക്കെ യാത്ര വരുള്ളൂ മാക്സിമം. എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പോഴേക്ക് റബ്ബേ നാട്ടുകാരൊക്കെ യാത്ര അയച്ച് പറഞ്ഞയച്ചതല്ലേ, വീട്ടുകാരുടെ മുമ്പിലേക്ക് ഇനി എങ്ങനെയാ പോവുക? എന്തൊരു നാണക്കേടും വിഷമൊക്കെ ആയിരിക്കും. എയർപോർട്ടും തിരിച്ചു പോന്നാൽ തന്നെ ഇനി അത് അവിടെ ഇറങ്ങിയിട്ടാണെങ്കിലും പറയും വേണ്ട. അതോ നമ്മൾ ഫ്ലൈറ്റിലോ കാറിലോ ബസ്സിലൊക്കെ ചെയ്യുന്ന യാത്രയാണ്. പുണ്യനിബിതങ്ങളും സ്വഹാബിമാരും 500-ലേറെ കിലോമീറ്റർ മരുഭൂമിയിൽ ഇഹ്റാം ചെയ്ത് നടന്നിട്ട് കഅബ ഇങ്ങനെ നോക്കിയാൽ കാണുന്ന ദൂരം എന്ന് പറയാം. അപ്പോഴാ പറഞ്ഞ് തിരിച്ചു പോണെന്ന്. ആ വേദനയിൽ സ്വഹാബിമാര് നിൽക്കുമ്പോഴാണ് സൂറത്തുൽ ഫത്ഹ് ഇറങ്ങുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് നസലത് ഹാദിഹിൽ ആയാതു ഇൻദമാ റജഅ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു മിനൽ ഹുദൈബിയ. ഹുദൈബിയ സന്ധി കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ. നബിയേ ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധമുള്ള വിജയം, മുബീനായ വിജയം. അതിലൊരു ഡിസ്കഷൻ വേണ്ട, അത് വിജയം തന്നെ ആണോ എന്ന സംശയം വേണ്ട. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ, ഇതൊരു പരാജയമാണ് എന്ന വ്യഥയിലും വ്യസനത്തിലും സങ്കടത്തിലും കഴിയുന്ന സ്വഹാബികളോടാണ് ഖുർആൻ പറയുന്നത്, നിങ്ങൾ സങ്കടപ്പെടരുത്, ഇത് വിജയമാണ്. ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا.
ഇത് അടിയറവ് പറയലോ താഴ്ന്നു കൊടുക്കലോ ഇല്ലാതെയാവലോ നാണം കെടലോ ഒന്നുമല്ല. അല്ലാഹു നിങ്ങളെ അജയ്യമായ സഹായം അല്ലാഹു നിങ്ങൾക്ക് തരും നബിയേ. ഇത് വിജയമാണ്, ഫത്ഹാണ്. ഇത് വിജയമാണ്, ഫത്ഹൻ മുബീന. വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളുടെ മനസ്സുകൾക്ക് സമാധാനം അല്ലാഹു നൽകാൻ വേണ്ടി സങ്കടപ്പെട്ടു കഴിഞ്ഞിരുന്ന മുഅ്മിനുകളുടെ ഹൃദയങ്ങളിലേക്കാണ് അല്ലാഹു വിജയമാണ് എന്ന് പറഞ്ഞ് ആയത്തിറക്കി മുഅ്മിനീങ്ങളുടെ സങ്കടത്തിന് അല്ലാഹു പരിഹാരമുണ്ടാക്കി കൊടുത്തത്. ഇത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലെ അവരുടെ ജബറുൽ ഖാത്തിർ എന്ന് പറയും, അവരുടെ മനസ്സുകൾക്ക് സമാധാനം നൽകുകയായിരുന്നു. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് ഹുവല്ലദീ അൻസലസ് സകീന, സമാധാനം ഇറക്കി തരുന്നത് അല്ലാഹുവാണ്. അത് നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കോ അല്ല, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അല്ല, നിങ്ങളുടെ സമ്പത്തോ സൗകര്യങ്ങളോ അല്ല. സമാധാനം നൽകുന്നത് അല്ലാഹുവാണ്. പടച്ചവൻ നൽകുന്ന വലിയൊരു നിഅമത്താണ് സമാധാനം. ثم لتسألن يومئذ عن النعيم وطيب النفس من النعيم قال رسول الله صلى الله عليه وسلم. മനസ്സമാധാനം നഈം എന്ന് പറഞ്ഞ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. നാളെ അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിനോട് ചോദിക്കേണ്ട വലിയൊരു ചോദ്യം ഇതാണ്, സമാധാനം നൽകണേ പടച്ചവനെ. ഇവിടെയും നാളെ പരലോകത്തും ഖബറിലും ബർസഖിലുമൊക്കെ അല്ലാഹു സക്കീനത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, മുതഅല്ലിമീങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങൾ, മരിച്ചുപോയവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, രോഗികളായി കിടക്കുന്നവർ, നമ്മോട് കടപ്പാടുള്ളവർ, നമ്മൾ അങ്ങോട്ട് കടപ്പാടുള്ളവർ, എല്ലാവർക്കും അല്ലാഹു സക്കീനത്ത് നൽകട്ടെ. രണ്ട് ലോകത്തും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി സ്വാലിഹീങ്ങളിലായി അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉഹദ് യുദ്ധത്തിൽ പുണ്യ നബി തങ്ങൾ വഫാത്തായി എന്നൊരു കിംവദന്തി പരന്ന ഒരു സമയം. ഉഹദ് യുദ്ധം പരാജയത്തിലേക്ക് വന്നു. വിജയത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന യുദ്ധം പരാജയത്തിലേക്ക് പോവുകയാണ്. إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ പരിഹരിക്കുകയാണ് അല്ലാഹു. സമാധാനം ലഭിക്കണമെങ്കിൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അതിന് അല്ലാഹുവിന്റെ ചില രീതികളുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഉഹദിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ 70ഓളം ബഹുഭൂരിഭാഗം വരുന്ന ഹാഫിദുകളായ സ്വഹാബിമാർ ഉഹദിൽ ഷഹീദാകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വഫാത്തായിരിക്കുന്നു എന്ന് ഇബ്നു ഖംആ എന്ന് പറയുന്ന ഒരു മുശ്രിക്കായ മനുഷ്യൻ, അല്ലാഹുവിന്റെ റസൂൽ കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി ഉഹദിന്റെ രണാങ്കണത്തിൽ പരത്തിയത് അല്ലാഹുവിന്റെ ഒരു ഇടപെടലായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെ والرسول يدعوكم في أخراكم فأثابكم غما بغم. അല്ലാഹു നിങ്ങൾക്ക് വലിയ ഒരു സങ്കടത്തിന്റെ പിറകെ അതിലും ഏറ്റവും വലിയ സങ്കടം തന്നുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യത്തെ സങ്കടത്തെ അല്ലാഹു പരിഹരിച്ചത്. ഉഹദിൽ 2 ഗമ്മുണ്ടായി. ഒന്നാമത്തെ ഗമ്മ് പരാജയത്തിന്റെ ഗമ്മുൽ ഹസീമ. ഉഹദ് പരാജയപ്പെട്ടല്ലോ, ഉഹദ് നഷ്ടമായല്ലോ, മുസ്ലിമീങ്ങൾക്ക് കൈവിട്ടുപോയല്ലോ, ഉഹദിൽ മുശ്രിക്കുകൾ മേൽക്കൈ കാണിച്ചുവല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോ ആ സങ്കടത്തിന് പരിഹാരമായി അല്ലാഹു നൽകുന്നത് ഫഅസാബകും ഗമ്മം
ബിഗമ്മിൻ, ആ സങ്കടത്തോടൊപ്പം മറ്റൊരു സങ്കടം നൽകിക്കൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകിയത്. ആ സങ്കടമാണ് പുണ്യ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. ഉഹദിൽ നബി കൊല്ലപ്പെട്ടു എന്ന് മഅദല്ലാഹ് ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ഇബ്നു ഖമിഅ എന്ന് പറയുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോ സ്വഹാബികളുടെ ചെവിയിലേക്ക് അത് വന്നു. അവരെല്ലാം ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം മറന്നുപോയി. ഉഹദിൽ ഷഹീദായ ശുഹദാക്കളെ ചൊല്ലിയുള്ള സങ്കടം മറന്നുപോയി. അവരിൽ ഷഹീദാണ് നബി തങ്ങളുടെ അമ്മും ഹബീബായ നബി തങ്ങളുടെ വളരെ മഹ്ബൂബായ നബി തങ്ങളുടെ സ്വഹാബിയായ വബിഹംസത്തിൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. ശുഹദാക്കൾക്ക് നേതാവുണ്ടെങ്കിൽ അത് ഹംസ റളിയല്ലാഹു അൻഹു ആണ്. ഹബീബായ നബി തങ്ങളോടും അതേപോലെ ഒരേ വയസ്സുണ്ടായിരുന്ന ഹബീബായ നബി തങ്ങളുടെ നിഴല് പോലെ ഹബീബിന് സംരക്ഷണം നൽകിയിരുന്ന സ്വഹാബി ഉഹദിൽ ഷഹീദായ സങ്കടം തങ്ങൾ വർഷങ്ങളോളം തങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, മഹാന്മാരായ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ പ്രഗൽഭരായ ആളുകൾ അംറുബുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംറുബുൽ ഹറാം റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാർ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു മുആദ് എന്നവർ, മഹാനായ അനസ് ഇബ്നു നദീർ റളിയല്ലാഹു അൻഹു, പ്രഗൽഭരായ എത്രയോ ആളുകൾ ഉഹദിന്റെ ത്യാഗീവര്യന്മാരായ സ്വഹാബിമാരാണ്. ഉഹദിന്റെ പരാജയത്തിന്റെ വേദനയിൽ അവർ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ആ സങ്കടത്തെ അല്ലാഹു പുണ്യനബി തങ്ങൾ വഫാത്തായിരിക്കുന്നു എന്ന വാർത്ത കൊണ്ട് പരിഹരിച്ചത്. എങ്ങനെ? ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം അല്ലാഹു കൊടുത്തു. എന്നിട്ട് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്നവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോ വലിയൊരു സന്തോഷം മനസ്സിലേക്ക് വന്നു. ആ സന്തോഷത്താൽ ഉഹദിന്റെ പരാജയം സ്വഹാബിമാർ മറന്നുപോയി. അവർ ഉഹദിന്റെ പരാജയം ആലോചിച്ച് നടക്കുമ്പോഴാ തങ്ങൾ തന്നെ വഫാത്തായി എന്ന് കേൾക്കുന്നത്. തങ്ങളില്ലെങ്കിൽ എന്തു ജീവിതം, തങ്ങളില്ലെങ്കിൽ എന്തു മദീന, തങ്ങളില്ലെങ്കിൽ എന്ത് മസ്ജിദുൻ നബവി. ഹബീബായ നബി തങ്ങളില്ലാതെ ഓർക്കാൻ കഴിയാത്ത, തങ്ങളില്ലാത്തൊരു ജീവിതം ഓർക്കാൻ കഴിയാത്ത സ്വഹാബിമാർ ഹബീബായ തങ്ങൾക്ക് വഫാത്ത് സംഭവിച്ചു എന്ന ആ ഒരു കിംവദന്തിയുടെ ബേജാറിൽ ഓടിക്കൊണ്ട് തിരയുകയാണ്. ഐന റസൂലുള്ളാഹ്, അൻസ്വാരിയച്ചായ പെണ്ണ് വന്ന് ചോദിച്ചല്ലോ, അഖുതില റസൂലുള്ളാഹ്, പുണ്യനബി വഫാത്തായി എന്ന് കേൾക്കുന്നു, ശരിയാണോ? ഇല്ല പെങ്ങളെ, ഇല്ല, പുണ്യനബി ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ നിങ്ങളുടെ ഉപ്പ ഷഹീദാണ്, നിങ്ങളുടെ ഭർത്താവ് ഷഹീദാണ്, മൂത്ത മകൻ ഷഹീദാണ്, നിങ്ങളുടെ സഹോദരനും ഷഹീദാണ്. 4 പേര് സ്വന്തം കുടുംബത്തിൽ വഫാത്തായപ്പോഴും ആ പെണ്ണ് ചോദിച്ചുവല്ലോ, ഐന റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ എവിടെയാണ്, എനിക്കൊന്ന് കാണണം. അങ്ങനെ പുണ്യനബി ഇരിക്കുന്ന ടെന്റിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, പെങ്ങളെ അവിടെ റസൂലുള്ളാഹിയുണ്ട്. ആ ടെന്റിലേക്ക് നടന്നു ചെന്ന് ഹബീബിനെ കണ്ട്, കുല്ലു മുസീബത്തിൻ ബഅദക അലയ്യ ജലൽ, നബിയേ അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മരണമോ, എൻ്റെ ആങ്ങളയുടെ, എൻ്റെ ഉപ്പയുടെ, എൻ്റെ മൂത്ത മകൻ്റെ, ഇതൊന്നും നബിയേ ഒരു മുസീബത്തും എൻ്റെ മുമ്പിൽ മുസീബത്തല്ല. അങ്ങ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പ്രശ്നമല്ല, അങ്ങാണ് പ്രശ്നം, എനിക്ക് അങ്ങയെ കാണണമായിരുന്നു നബിയെ എന്ന് പറഞ്ഞ് യുദ്ധമുഖത്തേക്ക് ഓടി വന്ന അൻസ്വാരിയച്ചായ ഒരു ഉമ്മയുടെ ചരിത്രമുണ്ട് ഹദീസുകളിൽ. ആ ഒരു വിഷമത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് പുണ്യനബി തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കിട്ടിയ സന്തോഷം കൊണ്ട് ഉഹദിന്റെ പരാജയത്തിന്റെ സങ്കടം അല്ലാഹു മറപ്പിച്ചു കളഞ്ഞു. ആ വിഷയമാണ് പരിശുദ്ധ ഖുർആൻ, ഫഅസാബകും ഗമ്മൻ ബിഗമ്മിൻ, നിങ്ങളുടെ ഒരു സങ്കടത്തെ മറ്റൊരു സങ്കടം കൊണ്ടാണ് അല്ലാഹു പരിഹരിച്ചത് എന്ന് പറഞ്ഞു. ഉഹദിൽ അല്ലാഹുവിന്റെ ഇടപെടലായിരുന്നു അത്. ഹുവല്ലദീ അൻസലസ് സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഇങ്ങനെ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അസ്ഹാബിന്റെ ഇടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ അവരുടെ ഖൽബുകൾക്ക് മനസ്സമാധാനം ലഭിക്കുന്ന വിധം അല്ലാഹു ഇടപെട്ടു. റബ്ബാണ് സമാധാനം ഇറക്കി തരുന്നത്, അല്ലാഹുവാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം.
തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുവേ നീയാണ് സലാം, അല്ലാഹുവേ നീയാണ് സമാധാനത്തിന്റെ ദാതാവ്. നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിലേക്കാണ് സമാധാനം, നിന്റെ സമാധാനത്തിന്റെ ഭവനമാണ് സ്വർഗം. അന്തസ്സലാം, നിന്നിൽ നിന്നാണ് സലാം. എല്ലാ രക്ഷയും എല്ലാ സമാധാനവും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കുന്നതിലൂടെ മാത്രമേ ലഭിക്കൂ എന്ന് വീണ്ടും വീണ്ടും അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ. സമാധാനത്തിന് ഭംഗം വരുന്നതൊന്നും ഒരു വിശ്വാസിയും ചെയ്യരുത് എന്ന് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ വലിയൊരു മൂല്യം ആളുകളുടെ മനസ്സുകൾക്ക് സമാധാനം നൽകണം. ജബറുൽ ഖാത്തിർ എന്നാണ് അതിന് പറയാ. ഒരു മനുഷ്യന്റെ മനസ്സ് വീങ്ങിപ്പൊട്ടി കിടക്കുകയാണ്, വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മുഅ്മിനായ മനുഷ്യന് സമാധാനം പകരുന്ന വാക്കുകൾ മുഅ്മിനുകൾ പറയണം, പ്രവർത്തിക്കണം. അതിന് സമയം ചെലവഴിക്കുന്നത് പോലും പുണ്യനബി തങ്ങളുടെ അൽ മസ്ജിദുൻ നബവിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ കൂടെ നടക്കുന്നത്, എന്റെ മസ്ജിദിൽ ഒരു നിസ്കാരത്തിന് പുറത്തിറങ്ങി നടന്ന് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കലുമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞതിന് സാക്ഷിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അത്ര വലിയ കൂലിയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ടോ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടോ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടോ ഒരു മുഅ്മിനായ മനുഷ്യന് വേദന പോലും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാലമാണിത്. നിങ്ങളുടെ വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾക്കും വേദനയുണ്ടാകാൻ പാടുള്ളതല്ല. വേദനിപ്പിക്കരുത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആം إلا أن يؤذن لكم إلى طعام غير ناظرين إناه. ഹബീബിന്റെ വീട്ടിൽ ഒരു സൽക്കാരം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന സ്വഹാബിമാർ, മദീന സൂറയാണ് സൂറത്തുൽ അഹ്സാബ്. സൂറത്തുൽ അഹ്സാബിലെ 53-ാമത്തെ ആയത്തിൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് ഒരു അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ നബി ലാ തദ്ഖുലൂ ബുയൂതൻ നബി ഇല്ലാ അൻ യുഅ്ദന ലക്കും ഇലാ തുആം. പുണ്യനബി തങ്ങളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന് ഒരുപാട് നേരം സൊറ പറഞ്ഞിരുന്ന സ്വഹാബിമാരെ അല്ലാഹു തിരുത്തുകയാണ്. പുണ്യനബി തങ്ങളുടെ വീടാണത്. കല്യാണമോ സൽക്കാരമോ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിഞ്ഞ് അതിഥികൾ പോയില്ലെങ്കിൽ ആ വീട്ടുകാർക്ക് വിശ്രമിക്കാൻ കഴിയാതെ വരും. അവരുടെ പ്രൈവസി നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. പുണ്യനബി തങ്ങളുടെ വീട്ടിലൊരു കല്യാണം കഴിഞ്ഞപ്പോ ഹബീബാ നബി തങ്ങൾ അവിടുത്തെ വീട്ടുകാരുടെ കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിച്ചിരുന്നിട്ട് വർത്തമാനം പറഞ്ഞ് സൊറ പറഞ്ഞിരുന്ന് ഒരുപാട് നേരം വൈകിയപ്പോ വഹി വരികയാണ്, നബിയെ പറഞ്ഞു കൊടുക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, മനസ്സുകളിൽ ഈമാനുള്ള സത്യവിശ്വാസികളെ, لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام. എന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ വന്നോളൂ എന്ന് പുണ്യനബി സമ്മതം നൽകാതെ നിങ്ങൾ ആരും ഹബീബിന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെല്ലരുത്.
غير ناظرين إناه ولكن إذا دعيتم فادخلوا പുണ്യനബി നിങ്ങൾ ഭക്ഷണം നിങ്ങൾക്ക് ഒരുക്കി നിങ്ങളെ വിളിച്ചാൽ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫഇദാ തുഇംതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം വലാ മുസ്തഅനിസീന ലിഹദീസ് അവിടെ കഥ പറഞ്ഞും ചിരിച്ചും തമാശ പറഞ്ഞും ഒരുപാട് നേരം ആ വീട്ടിൽ നിങ്ങൾ ഒരുപാട് നേരം ചെലവഴിക്കരുത്. എന്തുകൊണ്ട്? ഇന്നദാലികും കാന യുദിൻ നബി എന്റെ റസൂലിന് അത് വിഷമമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് വന്ന ആളുകളോട് നിങ്ങളൊന്ന് പോകുമോ എന്ന് നബി ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരെ ക്ഷണിച്ചതല്ലേ. ഭക്ഷണം കഴിക്കാനും സൊറ പറയാനും അവിടെ ഇഷ്ടം പോലെ സമയമുണ്ട്. ആ പരിധിയും കഴിഞ്ഞ് അവിടെ നിന്ന ചില ആളുകളെ അള്ളാഹു തിരുത്തുകയാണ്. ഇന്നദാലികും കാന യുദിൻ നബിയ ഫയസ്തഹീ മിൻകും പുണ്യനബി തങ്ങൾക്ക് നിങ്ങളോട് പറയാൻ മടിയുണ്ട്, തങ്ങൾക്ക് ലജ്ജയുണ്ട്. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ് അള്ളാഹുവിന് സത്യം പറയാൻ ഒരു മടിയുമില്ല. وَإِذَا سَأَلْتُمُوهُنَّ مَتَاعًا വെള്ളം വേണമെന്നോ ഭക്ഷണം വേണമെന്നോ പാത്രം വേണമെന്നോ ഒരു കപ്പ് വേണമെന്നോ ഹബീബിന്റെ വീട്ടിൽ വന്ന് അവിടുത്തെ വീട്ടുകാരി പെണ്ണുങ്ങളോട് നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നാൽ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ് ഹിജാബിന്റെ മറവിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ മനുഷ്യരുടെ മനസ്സുകളല്ലേ, നിങ്ങളുടെ മനസ്സുകളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ വരാതിരിക്കാനും വീട്ടിനുള്ളിലെ പെണ്ണുങ്ങളുടെ മനസ്സുകളിലേക്ക് അനാവശ്യ ചിന്തകൾ വരാതിരിക്കാനും ഒരു ഹിജാബിന്റെ മറവിൽ നിന്ന് നിങ്ങൾ അന്യപുരുഷന്മാർ ഹബീബിന്റെ വീട്ടുകാരോട് ഇടപഴകുമ്പോൾ ഇടപഴകാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. وما كان لكم أن تؤذوا رسول الله അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ ആരും വേദനിപ്പിക്കാൻ പാടുള്ളതല്ല, ഹബീബിനെ വേദനിപ്പിക്കാൻ പാടുള്ളതല്ല. ولا أن تنكحوا أزواجه من بعده أبدا ഹബീബിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരെ നിങ്ങൾ ആർക്കും വിവാഹം ചെയ്യാൻ പാടുള്ളതും അല്ല. ഇന്നദാലികും കാന ഇൻദല്ലാഹി അദീമാ അത് ഗൗരവമുള്ള വിഷയമാണെന്ന് അല്ലാഹു നിങ്ങളെ ഉണർത്തുകയാണ്. ഹബീബിന്റെ വീട്ടിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിരുന്ന് വന്നതായിരിക്കാം, എന്നാൽ സമയം കഴിഞ്ഞാൽ നിങ്ങൾ പോകണം. വീട്ടുകാര് നിങ്ങളോട് പോകണം എന്ന് നിങ്ങളോട് പറയില്ല, അത് നിങ്ങൾ കണ്ടറിയണം. കാരണം ഇന്നദാലികും കാന യുദിൻ നബി അത് ഹബീബായ നബി തങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. വലാ മുസ്തഅനിസീന ലിഹദീസിൻ അവിടെ കുറെ പത്രം വായിച്ചുകൊണ്ടോ ന്യൂസ് കണ്ടുകൊണ്ടോ ചാനലുകൾ മറിച്ചുകൊണ്ടോ നിങ്ങൾ അനാവശ്യമായ സമയം അവിടെ ചെലവഴിക്കരുത്. ഹബീബിന് അവിടുത്തെ വീട്ടുകാരോട് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒന്നുപോയി കിടക്കാനും വിശ്രമിക്കാനും ഹബീബിന് ആവശ്യമുണ്ടാകും. അതൊന്നും നബി തങ്ങൾ നിങ്ങളോട് പറയണമെന്നില്ല. കണ്ടറിഞ്ഞ് ഒരു മനുഷ്യന്റെ പ്രയാസം നിങ്ങൾ ബോധിക്കുകയും ആ പ്രയാസമില്ലാതിരിക്കാൻ നിങ്ങളെ കൊണ്ടാകുന്ന വിധം സഹകരിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ് ഖുർആൻ. എത്ര വലിയൊരു സ്വഭാവ ഗുണമാണ് ഈ പറയുന്നത്. ഒരാൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വേള ബോറടിക്കണുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് വേഗം നിർത്തണം എന്നാണ്. അല്ലാതെ സമയമുണ്ട് മൈക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നേരം വിളിക്കോളം പറയാം. ആൾക്കാർക്ക് അത് മടുത്തിട്ടുണ്ടോ, അത് എനിക്ക് പെട്ടെന്ന് തിരിയും. വേഗം അത് മനസ്സിലാക്കും വേണം. അപ്പൊ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തും വേണം എന്നാണ്. ബുദ്ധിമുട്ടാക്കരുത്. സമയമായി ഇടക്കിടക്ക് വാച്ചിങ് നോക്കാൻ തുടങ്ങിയാൽ മനസ്സിലാവും ഏകദേശം സമയമായിട്ടുണ്ട്. അതൊരു സിഗ്നലാണ്.
ഇസ്ലാം മശാഇറുകളെ പരിഗണിക്കുന്ന മതമാണ്. ഒരു മനുഷ്യന്റെ ബോധം, അവരുടെ മുഖഭാവം, അവരുടെ ചിന്തകൾ, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഈ വഴിയിൽ ചർച്ച ചെയ്യാനുണ്ട്. നജീബ് ഉസ്താദ് ഉദ്ദേശിച്ച ആ ഒരു ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റാൻ വിചാരിക്കുന്നു. നമ്മൾ അറിയേണ്ട ചില മൂല്യങ്ങളുണ്ട്, പൊതുജനങ്ങൾ അറിയേണ്ട മൂല്യങ്ങളുണ്ട്, പൊതുസമൂഹങ്ങൾ അറിയേണ്ടതുണ്ട്. വലിയ വിശാലമായി കിടക്കുന്ന തലങ്ങളാണ്. നമ്മുടെ ഈമാൻ ഇനിയും വർദ്ധിപ്പിക്കണം, ഇനിയും ചില നല്ല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങളാണിത്. അതുകൊണ്ടാണ് ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ. 3 പേരിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ 3 പേരിരിക്കുകയാണെങ്കിൽ 2 ആളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ 2 പേർ അടക്കം പറയരുത്, നിങ്ങൾ തമാശ പറയരുത്, സ്വകാര്യം പറയാൻ പാടുള്ളതല്ല. 3 പേരുണ്ട് യാത്രയിൽ, 2 ആൾ ഇങ്ങനെ തമാശ പറയാ, അല്ലെങ്കിൽ 3 ആളിൽ ഒരാൾക്ക് തിരിയാത്ത ഭാഷയിൽ മറ്റു 2 ആളും സംസാരിക്കുക, അത് വലിയ വേദന ഉണ്ടാക്കും. ശുദ്ധ ഖുർആൻ ഇടപെട്ട് സൂറത്തുൽ മുജാദല 10-ാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിദാർരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. എന്റെ ശേഷൊരായത്ത് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ് ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. എന്തൊരു മനോഹരമാണ് ആദാബുകൾ, കർമ്മശാസ്ത്ര നിയമങ്ങളും അഹ്കാമുകളും ഷർത്തും ഫർളും മുഹറമാറ്റുകളും മൻഹിയാറ്റുകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അഖ്ലാഖ് എന്ന് പറയുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാണ്. അഖ്ലാഖാണ് ഇമാമുന ഗസാലി തങ്ങൾ ചർച്ച ചെയ്തതിൽ 90% അഖ്ലാഖാണ്. അഹ്കാമുകൾ പറഞ്ഞെടുത്തു പോലും ഇമാം ഗസാലി തങ്ങൾ അഖ്ലാഖ് അവിടെ കൊണ്ടുവരും. മുസ്ലിമിന്റെ സ്വഭാവം, മുസ്ലിമിന്റെ സംസ്കാരം വലുതാണ്. മുസ്ലിമിന്റെ സംസ്കാരം വളരെ വലുതാണ്. നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കേണ്ടത് അനിവാര്യമാണ്. കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ഉണർത്തലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാനും നിങ്ങളും, ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോട് പറയാൻ, പിന്നെ നിങ്ങളോടും പറയാൻ, അല്ലാഹു നമ്മെ സൽസ്വഭാവത്തിന്റെ അഹ്ലുകാരാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ, അതുകൊണ്ട് അടക്കം പറയുന്നത്, സ്വകാര്യം പറയുന്നത് 3 ആളുകൾ ഉണ്ടായിരിക്കെ ഒരാളെ മാറ്റി നിർത്തി സ്വകാര്യം പറയുന്നത്. കുറച്ചാളുകളെ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചാളുകൾ, അതൊക്കെ ഇതിൽപ്പെടും. അങ്ങനെ നിങ്ങൾ സ്വകാര്യം പറയുന്നത് മിനശ് ശൈത്വാൻ, പിശാചിന്റെ ദുർബോധനമാണ്. ലിയഹ്സുനല്ലദീന ആമനൂ, കൂടെയുള്ള വിശ്വാസികളായ ആളുകളുടെ മനസ്സിൽ അതുകൊണ്ട് സങ്കടം വരും, അവർക്ക് ദുഃഖം ഉണ്ടാവും. എന്നെ പറ്റിയാണോ പറഞ്ഞത്, എന്നെ പറ്റിയാണോ പറഞ്ഞിട്ടുണ്ടാവുക, എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ വേദനയുണ്ടാക്കുന്ന ദ്വയാർത്ഥങ്ങൾ പറയണ്ട. നിങ്ങൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന പോലെ തോന്നുമെങ്കിൽ അങ്ങനെയും പറയണ്ട. നിങ്ങളുടെ കൂടെയുള്ള ആളുകളിൽ ചില ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ടോ അവരെ പ്രസക്തരല്ല എന്ന് വിചാരിച്ചുകൊണ്ടോ തോന്നത്തക്ക വിധം നിങ്ങൾ ചില ആളുകളുമായി മാത്രം സ്വകാര്യം പറയുന്നത് പോലും പിശാചിന്റെ പണിയാണ്, നിങ്ങൾ ചെയ്യരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ,
സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസ്, ഒരു മജ്ലിസിലേക്ക് വരുമ്പോൾ നിങ്ങളോട് സൗകര്യം ചെയ്തു കൊടുക്കണമേ, എല്ലാവരും ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം, ആരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത്, വഴിതടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഫഫ്സഹൂ, നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം. അത് നിങ്ങൾ പോയി ഇരിക്കുന്നത് കൊണ്ടാകാം, ഒരു തടസ്സം നീക്കുന്നത് കൊണ്ടാകാം. നമ്മുടെ വളണ്ടിയർമാർ വണ്ടി പാർക്ക് ചെയ്യാൻ പറയും എല്ലാ പരിപാടികൾക്കും, അവിടെ അവര് പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവിടെ വഴി തടസ്സങ്ങൾ ഉണ്ടാകും. ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരും. വഇദാ ഖീല അൻഷുസൂ, പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ ഫൻഷുസൂ, അവിടെ പിന്നെ നോക്കി നിൽക്കരുത്, നിങ്ങൾ വീടുകളിലേക്ക് പോകണം. എന്ത് ചെയ്യും? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മജ്ലിസിൽ വന്നിട്ട് മജ്ലിസിന്റെ ആദാബുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഈമാനുള്ള നിങ്ങൾക്ക് ഇൽമും തന്നുകൊണ്ട് അല്ലാഹു നിങ്ങളെ ആദരിക്കും, അല്ലാഹു നിങ്ങളെ ഉയർത്തും. അതിന് കാരണം പറഞ്ഞത് മജ്ലിസുകളുടെ അദബുകൾ നിങ്ങൾ പാലിക്കണമെന്നാണ്. അവരിക്കാൻ സൗകര്യം ചെയ്തെടുത്തിരിക്കുക, നിൽക്കരുത് പറഞ്ഞോട് നിൽക്കാതിരിക്കുക. നമ്മളോട് ആരെങ്കിലും വരുമ്പോൾ ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക. കാരണം പിശാചിന്റെ സദസ്സുകളിലേക്ക് ആളുകളെ വിളിച്ചുകൂട്ടി കൊണ്ടുപോവുക, കൈപിടിച്ചു കൊണ്ടുപോകാൻ പിശാചിന്റെ സദസ്സുകളിലേക്ക്. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന സദസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കിട്ടത്തക്ക വിധത്തിൽ നിങ്ങൾ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമേ എന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹു പറഞ്ഞത്, ഒരാൾക്ക് വേദനയുണ്ടാക്കുന്ന വിധം നിങ്ങൾ സ്വകാര്യം പറയാൻ പാടുള്ളതല്ല. മൂന്നാമതൊരാളെ മാറ്റി നിർത്തിയിട്ട് രണ്ടാളുകൾ തമാശ പറയരുത്, രണ്ടാളുകൾ സ്വകാര്യം പറയരുത്, രഹസ്യം പറയരുത്. അത് മറ്റേ ആൾക്ക് വിഷമമുണ്ടാക്കും, സങ്കടമുണ്ടാക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മനുഷ്യന്റെ മനസ്സിന്റെ വേദനകളെ പരിഹരിക്കണം. വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ പറയരുത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിൽ മഹാനായ നബിയെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ മുതിർന്ന 10 ജ്യേഷ്ഠന്മാർ യൂസുഫ് നബിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന സമയം, യൂസുഫ് നബിയുടെ സഹോദരനാണ് ബിന്യാമീൻ. ആ ബിന്യാമീൻ എന്ന വാക്കാണ് ഇംഗ്ലീഷുകാരൻ ബെഞ്ചമിൻ ആക്കിയത്. ബിന്യാമീനാണത്. ബിന്യാമീൻ എന്ന് പറയുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരനും യൂസുഫ് നബിയും റാഹിൽ എന്ന് പറയുന്ന ഒരു ഉമ്മക്ക് ജനിച്ചവരാണ്. ബാക്കി 10 പേര് മുതിർന്നവർ വേറെ ഉമ്മക്ക് ജനിച്ചവരാണ്. രണ്ടും യാക്കൂബ് നബിയുടെ ഭാര്യമാർ. റാഹിൽ എന്ന് പറയുന്ന ആ റാഹിൽ എന്ന പേരാണ് റൈച്ചൽ എന്ന് ഇംഗ്ലീഷുകാരനാക്കിയത്. റൈച്ചൽ എന്ന ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് സുപരിചിതമായ പേരാണ് റൈച്ചൽ, RACHEL. പക്ഷെ അത് റാഹിലാണ്. അത് യൂസുഫ് നബിന്റെ ഉമ്മാന്റെ പേരാണത്. അത് ബൈബിളിൽ കാണുമ്പോൾ റൈച്ചൽ എന്നാ എഴുതുക, അത് അറബിയിൽ റാഹിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം വലിയ സൗന്ദര്യമുള്ളവരാ. പുണ്യ നബി തങ്ങൾ കഴിഞ്ഞാൽ രണ്ടാമത് അവ്വൽ റസൂലുള്ളാഹി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. ഹസ്സാൻ ഇബ്നു സാബിത്ത് എന്നവിടെ പാട്ട്, ആ പാട്ട് തന്നെ എന്തൊരു മധുരാണ്. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ كأنك قد خلقت كما تشاء. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് തന്നെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞ ആളുകൾ റേഷൻ വാങ്ങാൻ വേണ്ടി കൻആനിലേക്ക് വന്ന നേരം, കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്ന നേരം, സിനാ മരുഭൂമി മുഴുവൻ യാത്ര ചെയ്യണം ഈജിപ്തിലേക്ക് എത്താൻ. ഒരു 12,000 കിലോമീറ്റർ, 1500 കിലോമീറ്റർ അത് വരും കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക്. വലിയൊരു ദൂരം യാത്ര ചെയ്ത് മഹാനായ നബിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു.
അവരാണ് ഉപ്പയുടെ വിഷയത്തിൽ എന്തിനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഞങ്ങളെക്കാൾ യൂസുഫ് നബിയെ സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ പിഞ്ചുമോനെ, സുമുഖനായ പൊന്നുമോനെ ഒരാളും ചെന്ന് നോക്കാത്ത പൊട്ട കിണറ്റിൽ കൊണ്ടുപോയിട്ടത്. അവിടുന്ന് അള്ളാന്റെ തീരുമാനം യൂസുഫ് അലൈഹിസ്സലാം അവിടെ അവസാനിക്കണമെന്നല്ല. യൂസുഫ് നബിയെ കൈപിടിച്ച് ഉയർത്തി ഒരു യാത്രാ സംഘം വഴിതെറ്റി വന്ന് വെള്ളം കോരുമ്പോ ആ കുഞ്ഞിനെ അവർ ബക്കറ്റിൽ പൊക്കിയെടുത്ത് ഈജിപ്തിന്റെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് അസീസ് മിസ്ർ വാങ്ങിച്ച് അവിടെ വളർന്ന് പിന്നീട് മുതിർന്നൊരു പുരുഷനായി മാറിയപ്പോ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമുമായി അടുപ്പം കാണിക്കുകയും വശീകരിക്കുകയും ചെയ്തതിന്റെ പേരിൽ നിരപരാധിയായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ പോയി കിടക്കുന്നു വർഷങ്ങളോളം. നിരപരാധിയായിരിക്കെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് രാജാവിന്റെ ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് നബി പറയാറുണ്ട് എന്ന് ജയിലിൽ കഴിഞ്ഞു വന്ന ഒരാള് രാജാവിനോട് പറഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിലേക്ക് ആളയച്ച് മഹാനെ മോചിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഈജിപ്തിന്റെ ഫൈനാൻസ് മിനിസ്റ്ററായി യൂസുഫ് നബി അലൈഹിസ്സലാം അവരോധിക്കപ്പെടുന്നു. അത് കഴിഞ്ഞ് ഈജിപ്തിന്റെ ഭരണം മഹാന്റെ കയ്യിൽ വന്ന നേരം ഇനി നോക്കണം, ഒരു ജാള്യതയുണ്ടാകും. നമ്മൾ ഒരാളോട് അപമര്യാദയായി പെരുമാറി അവരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഒരല്പം നമ്മൾ എന്താ പറയാ, ഒരു അഭിമാനബോധം, ഉളുപ്പെന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു എത്ര തന്നെ നമുക്ക് മാപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയല്ലേ. ഒരു മുതലാളിയുടെ ഷോപ്പിൽ നിന്ന് കുറെ മോഷ്ടിച്ചു വന്ന ആളാണ്. മുതലാളി അത് അറിഞ്ഞും ചെയ്തു, മുതലാളി ഇത് പൊരുത്തപ്പെട്ടു കൊടുത്തു. എന്നാലും മുതലാളിന്റെ മുമ്പൊക്കെ വരുമ്പോ പടച്ചോനെ ഞാൻ പൊക്കിയതൊക്കെ മുമ്പൊക്കെ അറിയാലോ അല്ലേ എന്ന് ഉള്ളിന്റെ ഉള്ളിലൊരു തോന്നൽ വരുമല്ലോ. മഹാന്മാര് പറയും അള്ളാന്റെ മുമ്പിൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാലും ആ ഒരു തോന്നൽ നമുക്ക് അള്ളാന്റെ മുമ്പിൽ വരൂലേ, വരണ്ടേ. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ റബ്ബെ, നീ പൊരുത്തപ്പെട്ടു തന്നാലും ഞാൻ മുദനിബ് തന്നെയാണല്ലോ റബ്ബെ, ആയിരുന്നല്ലോ. ആ ഒരു സങ്കടം അതാലോചിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള പ്രേരണ അങ്ങനെയാണ്. എനിക്ക് അള്ളാഹു എന്റെ തെറ്റുകൾ റമദാന് കൊണ്ടോ ഉംറ കൊണ്ടോ ഹജ്ജ് കൊണ്ടോ തൗബ കൊണ്ടോ ഒക്കെ അള്ളാഹു പുറത്തു തന്നാലും അള്ളാഹുവിന്റെ ജനാബുൽ ഹക്കിനോട് യോജിക്കാത്ത വിധം ഞാനൊരു സൂഉൽ അദബ് കേട് കാണിച്ചു പോയിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ വരുമല്ലോ. അത് വല്ലാത്തൊരു ജാള്യതയാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ഗഫിർ ലനാ ബിഫദ്ലിക യാ റബ്ബ്, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹുവിനെ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നപ്പോൾ സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ ആയത്താണിത്. സൂറത്ത് യൂസുഫിലെ 100-ാമത്തെ ആയത്ത് വളരെ മനോഹരമായ ഒരു പരാമർശം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ തഅ്വീലു റുയായ هذا تأويل رؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء بكم من البدو من بعد أن نزغ الشيطان بيني وبين إخوتي إن ربي لطيف لما يشاء إنه هو العليم الحكيم ربي قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. യൂസുഫ് അലൈഹിസ്സലാം മഹാനവറുകൾ ചെറുപ്പകാലത്ത് കണ്ട ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇന്നി റഅയ്തു 11 കൗകബ,
11 നക്ഷത്രങ്ങളും വശംസ വൽ ഖമർ സൂര്യനും ചന്ദ്രനും റഅയ്തുഹും ലീ സാജിദീൻ എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന പോലെ ഞാൻ കണ്ടു ഉപ്പാ എന്ന് നബിയുല്ലാഹി യഅഖൂബ് അലൈഹിസ്സലാമിനോട് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞ ആ കൊച്ചുകാലത്തെ ഒരു സ്വപ്നം, ആ സ്വപ്നം പൂർത്തിയായിരിക്കുകയാണ്. ബിന്യാമീൻ അടക്കം അക്രമം ചെയ്ത 10 പേര്, അങ്ങനെ മൊത്തം 11 പേർ സഹോദരങ്ങൾ. പിന്നെ ഉമ്മയും ഉപ്പയും സൂര്യനും ചന്ദ്രനും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ആദരസൂചകമായി സുജൂദ് ചെയ്ത, അവരുടെ ശരീഅത്തിൽ അത് ജായിസായിരുന്നു, അവരങ്ങനെ ചെയ്തു. ആ ഒരു രംഗം യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്ത നിലപാടുകൾ ഖുർആൻ പറയുന്ന മനോഹരമായ ആയത്താണിത്. വറഫഅ അബവൈഹി അലൽ അർശ് وخروا له سجدا. മാതാപിതാക്കളും സഹോദരങ്ങളും യൂസുഫ് അലൈഹിസ്സലാമിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്റെ സഹോദരങ്ങൾ തന്നെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് യൂസുഫ് നബിക്ക് അവിടെ പറയാൻ അവകാശമുണ്ട്. യൂസുഫ് നബി പറഞ്ഞോ? പറഞ്ഞില്ല. അതവർക്ക് ഭയങ്കര വേദന ഉണ്ടാക്കും അല്ലേ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഒരാൾ ഒരു തെറ്റ് ചെയ്ത് മാപ്പ് ചെയ്ത് കൊടുത്താലും വീണ്ടും നമ്മളിങ്ങനെ പറയും, എന്നാലും ഉമ്മാനെ തല്ലിയ ആളല്ലേ, അല്ലെങ്കിൽ എന്നാലും നീ ആ ജ്യേഷ്ഠനോട് ആ പണി ചെയ്തില്ലേ, എന്നാലും നീ അന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചില്ലേ. മറക്കാൻ എന്ന് പറയും. അഫും സ്വഫ്ഹുമുണ്ട്. സ്വഫ്ഹ് ചെയ്യാന്നാ ഖുർആൻ പറയുന്നത്. സ്വഫ്ഹ് ചെയ്യാന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്നേക്കുമായി മറക്കണം, പിന്നെ അത് മെൻഷൻ ചെയ്യരുത്. അത് ഭയങ്കര ക്വാളിറ്റിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? മാപ്പ് ചെയ്ത് കൊടുത്തു, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയും, ഞാൻ അന്ന് വെറുതെ വിട്ടതാ, അല്ല ഞാൻ അന്ന് മാപ്പ് ചെയ്തതാ. അങ്ങനെ പറയരുത്. മാപ്പ് ചെയ്തത് അള്ളാഹുവിന് വേണ്ടി ചെയ്തു, കഴിഞ്ഞു, പിന്നെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്, പറയരുത്. യൂസുഫ് അലൈഹിസ്സലാം പറയുന്നു, വഖാല യാ അബതി, എൻ്റെ ഉപ്പാ, ഹാദാ തഅ്വീലു റുയായ മിൻ ഖബൽ, ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്തൊരു സ്വപ്നം കണ്ടില്ലായിരുന്നോ? ആ സ്വപ്നം അല്ലാഹു യാഥാർത്ഥ്യമാക്കിയത് അങ്ങ് കണ്ടില്ലയോ? അവിടെ എന്തു പറയാം? നോക്കണപ്പാ, എന്നെ പൊട്ടക്കിണറ്റിലെറിഞ്ഞ മഹാന്മാരായി ഇരിക്കണത്, അവരൊക്കെ എന്റെ കാൽക്കീലെത്തിയില്ലേ എന്ന് പറയേണ്ടടുത്ത് യൂസുഫ് നബി എന്താ പറയണത്? എന്റെ റബ്ബ് എനിക്ക് കാണിച്ചു തന്ന സ്വപ്നം ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ, എന്റെ റബ്ബ് എനിക്ക് സത്യമായി പുലർത്തി തന്നിരിക്കുന്നുവല്ലോ ഉപ്പാ. അപ്പൊ എന്തൊരു സമാധാനമായിരിക്കും അവർക്ക്. അവരെന്തായാലും രാജാവിന്റെ അടുത്ത് റേഷൻ വാങ്ങാൻ വന്ന് പെട്ടിരിക്കുകയാണ്. ഈ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ പട്ടിണി കൊണ്ട് മരിച്ചു. എന്നിട്ട് ഇനി പറയുന്നത് ഭയങ്കര രസമാണ്. യൂസുഫ് നബിക്ക് എന്തൊക്കെ പറയാണ്ട് അവിടെ. എന്നെ അവിടെ എറിഞ്ഞില്ലേ, ഉപ്പാനോട് കള്ളക്കഥ പറഞ്ഞ് എന്റെ കുപ്പായ അഴിച്ചെടുത്തിട്ടെ ചെന്നായ തിന്നു പറഞ്ഞ് പച്ച നുണ പറഞ്ഞ് എന്നെ നിങ്ങൾ കിണറ്റിൽ എറിഞ്ഞല്ലേ ദുഷ്ടന്മാരെ എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞില്ല. ഇതാണ് അംബിയാഇന്റെ ക്വാളിറ്റി. ഇനി എന്താ പറയുന്നു നോക്കൂ. വഖദ് അഹ്സന ബി, എന്റെ റബ്ബെനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് ഉപ്പാ. എപ്പോ? ഇത് അഖ്റജനീ മിനസ്സിജിൻ, ജയിലിൽ നിന്ന് എന്നെ അല്ലാഹു പുറത്തു കടത്തിയല്ലോ. അവിടെ എന്താ പറയേണ്ടത്? പൊട്ടക്കിണറ്റിൽ നിന്ന് എന്നെ പുറത്തെടുത്തല്ലോ എന്നാ പറയേണ്ടത്. പക്ഷെ ആ കഥ യൂസുഫ് നബി മിണ്ടണില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈജിപ്തിലെത്തുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ് സുലൈഖയുടെ വിഷയമുണ്ടാകുന്നത്. എന്നിട്ടാണ് ജയിലിൽ പോകുന്നത്. അല്ലാഹു എന്നോട് ഉപകാരം ചെയ്തിട്ടുണ്ട് എന്റെ ഉപ്പാ. വഖദ് അഹ്സന ബി ഇത് അഖ്റജനീ മിനസ്സിജിൻ, ആ ജയിലിന്റെ ഉള്ളിൽ നിന്ന് നിരപരാധിയായിരിക്കെ എനിക്ക് പുറത്തിറങ്ങാൻ അവസരം തന്നവനാണ് അല്ലാഹു. ജ്യേഷ്ഠന്മാർ ചെയ്തതൊന്നും മിണ്ടുന്നില്ല യൂസുഫ് നബി അലൈഹിസ്സലാം. വജാഅകും വജാഅ ബികും മിനൽ ബദു, നിങ്ങളെ അല്ലാഹു ആ ഗ്രാമപ്രദേശത്ത് നിന്ന് എന്റെ സിംഹാസനത്തിലേക്ക് അല്ലാഹുവല്ലേ കൊണ്ടുവന്നത്. അതും എനിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹമല്ലയോ ഉപ്പാ ഉമ്മ. ഞാൻ നിങ്ങളെ വരുത്തിയില്ലേ എന്ന് പറയാം. അല്ലാഹു നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നില്ലേ, അൽഹംദുലില്ലാഹ്.
നിങ്ങൾക്ക് എനിക്ക് ഭക്ഷണം തരാൻ പറ്റുമല്ലോ, എന്റെ കൂടെ താമസിപ്പിക്കാൻ പറ്റുമല്ലോ. നിങ്ങളെ അല്ലല്ലേ എന്റെ മുമ്പിൽ കൊണ്ടു തന്നാക്കി തന്നത്. ആ ഗ്രാമത്തിൽ നിന്ന്, കനാനിൽ നിന്ന്, ജോർഡാനിന്റെ മൂലയിൽ നിന്ന്, സൗദി അറേബ്യയുടെ നോർത്ത് വെസ്റ്റിൽ നിന്ന് ഇങ്ങ് ഈജിപ്തിലേക്ക്, ആഫ്രിക്കൻ വൻകരയിലേക്ക് നിങ്ങൾ വന്നില്ലേ? അല്ലാഹ് ചെയ്ത നിഅമത്തല്ലേ. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ജ്യേഷ്ഠന്മാരെ ഇനിയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. അതാണ് ക്വാളിറ്റി. ഇസ്ലാമിന്റെ മൂല്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ അതുകൊണ്ടാണ് സംസ്കാരം പഠിപ്പിക്കുന്നതാണ് ഖുർആൻ. മിൻ ബഅദി അൻ നസഗ അശ്ശൈത്വാനു ബൈനി മിൻ ബഅദി അൻ നസഗ അശ്ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി. എന്റെയും എന്റെ സഹോദരങ്ങളുടെയും ഇടയിൽ പിശാച് വൈരാഗ്യവും ശത്രുതയും ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയും നിങ്ങളെ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരികയും ചെയ്തവനാണ് അല്ലാഹു. നോക്കണം, ആരാ ശത്രുത കാണിച്ചത്? ജ്യേഷ്ഠന്മാരാ. പക്ഷെ നിങ്ങൾ എന്നോട് ശത്രുത കാണിച്ചു എന്ന് പറയേണ്ടതിന് പകരം ശൈത്വാൻ നമുക്കിടയിൽ ശത്രുത ഉണ്ടാക്കിയില്ലേ. എന്തൊരു മനോഹരമാണതല്ലേ. നിങ്ങൾ എന്നോട് ശത്രുത കാണിച്ചു എന്ന് പറയേണ്ടിടത്ത് ശൈത്വാനത് ചെയ്തു, പിശാചാണത് ചെയ്തത്. അത് വല്ലാത്തൊരു ക്വാളിറ്റിയാണ്, അതൊരു മൂല്യമാണ്, അതൊരു സംസ്കാരമാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബി ലതീഫുൽ ലിമാ യശാ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. കരുണാവാരിധിയാണ് എൻ്റെ റബ്ബ്. എൻ്റെ റബ്ബ് എന്തെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ അതെല്ലാം സസൂക്ഷ്മം അറിയുന്നവനാണ്. അലീമാണ്, ഹക്കീമാണ് എൻ്റെ റബ്ബ്. എന്നിട്ട് വിനയാന്വിതമായി പറയുകയാണ്, രാജാവായിരിക്കെ തനിക്ക് മേൽ അതിക്രമം ചെയ്ത ആളുകളുടെ മേൽ മേൽക്കോയ്മ കാണിക്കാൻ പറ്റുന്ന നേരം, പ്രതികാരം ചെയ്യാൻ പറ്റുന്ന നേരം, ശത്രുതക്ക് പകരം ശത്രുത കൊണ്ട് തിരിച്ചടിക്കാൻ കഴിയുന്ന നേരം, മഹാനായ നബി സിംഹാസനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കുകൾ കേൾക്കണേ. റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, അധികാരം നീയാണ് റബ്ബേ എനിക്ക് തന്നത്. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം നീയാണ് റബ്ബേ എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഒരു നബി മാത്രമല്ല, മുഅബ്ബിറുർ റുഅ്യ മാത്രമല്ല, രാജാവും മലിക്കുമാണ് യൂസുഫ് അലൈഹിസ്സലാം. എന്നിട്ട് പറയുന്നു, ഫാത്തിറസ് സമാവാതി വൽ അർദ്, അല്ലാഹുവേ മിൻ ദൂനി മിസാലിൻ സാബിഖ്, ആരും ചെയ്തു വെച്ചത് കണ്ടുകൊണ്ടല്ല, അല്ലാഹുവേ നിന്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് നിങ്ങൾ. നീ അല്ലാഹുവേ ഇല്ലായ്മയിൽ നിന്ന് ഒരു മോഡലും കാണാതെ ഒരാളും ചെയ്തു വെച്ചത് കോപ്പിയടിക്കുകയല്ല ചെയ്തത്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് പ്രപഞ്ചത്തെ, ആകാശ ലോകങ്ങളെ കൊണ്ടുവന്നവനെ റബ്ബേ. ഫാത്തിർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ വാക്കിന്റെ അർത്ഥമെന്ന് ഒരു സംശയമുണ്ടായപ്പോ, ഒരു മലഞ്ചെരുവിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് ആറാബികൾ ഒരു കിണറിനെ ചൊല്ലി തർക്കിക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാ, ഒരാൾ പറഞ്ഞു, അന ഫതറതുഹാ, ഇത് ഞാൻ ഉണ്ടാക്കി, എന്റെ കിണറാണ്, ഇത് ഞാനാ ഉണ്ടാക്കിയത്. മറ്റേ പറഞ്ഞു, അന ഫതറതുഹാ, ഓ ഫാത്തിർ, ഞാനാണ് ഉണ്ടാക്കിയത്. അല്ലാഹുവേ, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ സംരക്ഷകൻ നീയാണ് റബ്ബേ. തവഫനി മുസ്ലിമാ, എന്നെ രാജാവായി മരിപ്പിക്കണേ എന്നല്ല പറയുന്നത്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ചേർത്തിത്തരയണമേ. ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു രാജാവ്, അതും ഈജിപ്ത് പോലെ വലിയൊരു സംസ്കാരത്തിന്റെ പിന്തുടർച്ചയിൽ വന്ന രാജാവാണ് യൂസുഫ് അലൈഹിസ്സലാം. എന്നെ രാജാധികാരി, അന്നത്തെ ഫറോവമാർ മരിക്കുമ്പോ അവര് പിരമിഡുകൾ ഉണ്ടാക്കും, 300-600 മീറ്റർ ഹൈറ്റുള്ള പിരമിഡുകൾ. ഈ പിരമിഡ് കണ്ടില്ല, എത്രയോ മില്യൺ കണക്കിന് കല്ലുകൾ വെച്ചുകൊണ്ടുണ്ടാക്കുന്നതാ പിരമിഡ്. അതിനുള്ളിൽ എന്താ? രാജാവിന്റെ ഡെഡ് ബോഡി, മരിച്ച മയ്യത്ത് കൊണ്ടുപോയി വെക്കുന്ന ഖബറാണത്, അന്നത്തെ രാജാക്കന്മാരുടെ.
അങ്ങനെ ഒരുപാട് പിരമിഡുകളുണ്ട്. ഉക്സുർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഡെഡ് ബോഡികൾ കിട്ടിയത്. മമ്മികളായ ഡെഡ് ബോഡി കിട്ടിയത് ഉക്സുറിൽ നിന്നാണ്. കെയ്റോവിൽ നിന്നും 600 കിലോമീറ്റർ അപ്പുറത്ത്. നമ്മൾ ഈ കാണുന്ന ജീസയിലെ പിരമിഡിൽ നിന്നും മയ്യത്ത് കിട്ടിയിട്ടില്ല എന്ന്. അതൊക്കെ കള്ളന്മാരടിച്ചു മാറ്റി കൊണ്ടേയിരുന്നു മയ്യത്തും അതിൻ്റെ സാധനങ്ങളൊക്കെ. കാരണം രാജാക്കന്മാരുടെ കൂടെ ആഭരണങ്ങളും മുത്തുകളും പവിഴങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട് മയ്യത്ത് അവിടെ മറവ് ചെയ്തത്. അങ്ങനെ അവര് പ്രമാണിമാരാണെന്ന് കാണിക്കാൻ ചെയ്തിരുന്നൊരു കാലത്ത് യൂസുഫ് നബി പറയാ, എനിക്കതൊന്നും വേണ്ട, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണമേ, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മിസ്കീന്മാരായ പാവങ്ങളായ എത്രയോ സ്വാലിഹീങ്ങൾ റബ്ബേ നിനക്കുണ്ടല്ലോ, നിന്റെ സ്വാലിഹീങ്ങളിലേക്ക് എന്നെയും ചേർത്തി തരേണമേ. എല്ലാം തന്നത് നീയാണ്, ഈ ലോകത്ത് എനിക്ക് വേണ്ടത് നിന്റെ പൊരുത്തമാണ് റബ്ബേ, നന്മയാണ്. സ്വാലിഹീങ്ങളുടെ കൂടെ എനിക്കാവണം, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കണേ എന്ന് വിനയാന്വിതമായി പ്രാർത്ഥിച്ച മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം സഹോദരങ്ങളോട് അവർ ചെയ്ത ദുഷ്കർമ്മങ്ങൾക്ക് പ്രതികാരം ചോദിക്കാൻ കഴിയുമായിരിക്കെ, മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി, ഉപ്പാ, എൻ്റെ ഉമ്മ, ഞങ്ങൾ ഒരു ഉപ്പാക്ക് പിറന്ന മക്കളായിരിക്കെ തന്നെ ഞങ്ങൾക്കിടയിൽ പിശാച് പ്രവർത്തിച്ചിട്ടുണ്ട്. എത്രയോ കുടുംബങ്ങളിൽ അനന്തര സ്വത്തിന്റെ പേരിൽ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുമയോടെ സ്നേഹത്തോടെ ജീവിച്ച എത്ര കുടുംബങ്ങളാണ് ഉമ്മയുടെ വഫാത്തിന് ശേഷം, ഉപ്പയുടെ വഫാത്തിന് ശേഷം നിസ്സാരമായ തൊണ്ട് ഭൂമിക്ക് വേണ്ടി പിണങ്ങിയവർ, മിണ്ടാതെയായവർ, ആങ്ങളെയും പെങ്ങളും കാണാതെയായത്, ജ്യേഷ്ഠനും അനുജനും മിണ്ടാതെയായത്, ഭൂമിക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി, ആ സ്വത്ത് കിട്ടിയാൽ എല്ലാമായോ, എനിക്ക് ഇത് വേണം, അല്ലാതെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ദുന്യാവിന്റെ വിഷയത്തിൽ അനാവശ്യമായ തർക്കങ്ങളുണ്ടായി. എത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർക്കേണമേ, പിശാച് നമ്മുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ സഹോദരങ്ങൾക്കും എനിക്കുമിടയിൽ പിശാച് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു പൊട്ടക്കിണറ്റ് കൊണ്ടുപോയി എറിഞ്ഞത്. അതൊന്നും അവിടെ മിണ്ടിയില്ല യൂസുഫ് അലൈഹിസ്സലാം. സ്വന്തം സഹോദരങ്ങളെ പോലും കുറ്റപ്പെടുത്തിയില്ല. കുറ്റപ്പെടുത്തിയത് പിശാചിനെയാണ്. ആ രീതിയിൽ സ്വന്തം സഹോദരങ്ങളുടെ മനസ്സുകളെ വേദനിപ്പിക്കാതെ, അവർ ചെയ്ത ഒരു തെറ്റിലേക്കും സൂചന പോലും കൊടുക്കാതെ, പൊട്ടക്കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങി വന്ന മഹാനുഗ്രഹം പോലും പറയാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കഥയാണ് യൂസുഫ് നബി പറയുന്നത്. സ്വന്തം സഹോദരങ്ങളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ അത്രമേൽ ജബറുൽ ഖാത്തിർ എന്ന് പറയുന്ന മനുഷ്യരുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാക്കുന്ന ഒന്നുപോലും ചെയ്യരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ മുതിർന്നവരും പ്രമാണിമാരുമായ ആളുകളെ, നാട്ടിൽ സ്ഥാനമുള്ള ആളുകളെ അൻസിലിന്നാസ മനാസിലഹും എന്ന് പറയും, ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഹബീബായ തങ്ങളുടെ മുമ്പിൽ റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു, സഹൽ ഇബ്നു അബി ഹസ്മ റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വന്നൊരു രംഗം. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവർ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നു. അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവർ പ്രായം കൊണ്ട് ഏറ്റവും ചെറിയവരാണ്. മുതിർന്ന രണ്ടാള് കൂടെയുണ്ട്, റാഫി എന്നവരും സഹൽ എന്നവരും. അങ്ങനെ ആ കൊച്ചുമോൻ സംസാരിക്കാൻ നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബ്ബിർ 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 കബ്ബിർ, മുതിർന്നവർ സംസാരിക്കട്ടെ മോനെ, മുതിർന്നവർ സംസാരിക്കട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സഹൽ എന്നവരോട് മാറി നിൽക്കാൻ വേണ്ടി പറയുന്നു. നിങ്ങളുടെ കൂടെ വന്ന റാഫി എന്നവരും സഹൽ എന്നവരും ഉണ്ടല്ലോ, അവരല്ലേ നിങ്ങളെക്കാളും പ്രായത്തിൽ മുതിർന്നവർ, അവർ സംസാരിച്ചോട്ടെ മോനെ. മുതിർന്നവരെ, കാരണവന്മാരെ, പ്രായം കൊണ്ട് മുന്തിയ ആളുകളെ, നിങ്ങളെക്കാളും ജീവിതത്തിന്റെ അനുഭവങ്ങളുള്ളവരാണവർ. പ്രായം കൊണ്ട് മുമ്പിലാണ്, അനുഭവങ്ങൾ കൊണ്ട് മുമ്പിലാണവർ, പക്വത കൊണ്ട് മുമ്പിലാണ്. അതുകൊണ്ട് മോനെ, കബ്ബിർ കബ്ബിർ, നിങ്ങൾ മുതിർന്നവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കണം, അവര് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ആ മുതിർന്നവർക്ക് വേദന ഉണ്ടാകും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. 17 വയസ്സ് പ്രായമുള്ളപ്പോ
യമാമയിലേക്കുള്ള റോമിലേക്കുള്ള യുദ്ധത്തിന്റെ സൈന്യം നയിച്ചു കൊണ്ടുപോകുമ്പോ ആ സൈന്യത്തിന്റെ നേതാവായി നബി തങ്ങൾ നിയോഗിച്ചത് 17 വയസ്സുള്ള മഹാനായ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതേ ദൗത്യം പുണ്യനബി ജീവിച്ചിരിക്കുമ്പോൾ അത് നിർവഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ ആദ്യം ചെയ്തത് പുണ്യനബി പറഞ്ഞ ആ ഒരു എക്സ്പെഡിഷൻ പോകട്ടെ, ആ ഒരു സൈന്യ നടപടി നടക്കട്ടെ എന്ന് പറഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമ തങ്ങളുടെ സൈന്യത്തെ യാത്ര അയക്കാൻ വേണ്ടി പോകുന്നു. മദീനയിലാണ് സംഭവം. അപ്പൊ ചില ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഈ 17 വയസ്സുള്ള മീശ മുളക്കാത്ത ചെറുപ്പക്കാരനെ ആണോ ഉമർ എന്നവരും ഉസ്മാൻ എന്നവരൊക്കെ അടങ്ങുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരൊക്കെ അടങ്ങുന്ന 50ഉം 60ഉം 70ഉം വയസ്സുള്ള സ്വഹാബിമാരുടെ നേതാവ് ഈ 17 വയസ്സുള്ള ആളോ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ നേതാവായി അയച്ചത് റസൂലുള്ളാഹി തങ്ങൾ നേതാവായി തെരഞ്ഞെടുത്ത ഒരാളെയാണ്. വയസ്സവിടെ പ്രശ്നമായില്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അന്നും സംസാരം ഉണ്ടായിരുന്നു അങ്ങനെ, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. തങ്ങൾ പറഞ്ഞു, ഇൻ തുഅൻതും ഫീ, ഉസാമയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഉസാമയുടെ ഉപ്പയായ സെയ്ദ് ഇബ്നു ഹാരിസയെ കുറിച്ചും നിങ്ങൾക്ക് ഇങ്ങനെ പലതും പറയാനുണ്ടായിരുന്നു അന്ന്. എന്നാൽ അറിയണം, സെയ്ദ് ഇബ്നു ഹാരിസ എനിക്കിഷ്ടപ്പെട്ട ആളാണ്. ഉസാമ ആ വാപ്പയ്ക്ക് ശേഷം നേതൃത്വത്തിന് യോഗ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഉസാമ തങ്ങൾ അവരുടെ വാപ്പയായ സെയ്ദ് ഇബ്നു ഹാരിസയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആരൊന്നും പറഞ്ഞില്ല. പുണ്യനബി തങ്ങളുടെ ആ ഒരു തീരുമാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയിട്ട് ഉസാമ തങ്ങൾ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്ത് കയറി മദീനയിൽ നിന്ന് സൈന്യം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കാലിൽ ചെരുപ്പില്ലാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മദീന പള്ളിയുടെ മുമ്പിലൂടെ മണലിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉസാമ തങ്ങൾ ചോദിച്ചു, യാ ഖലീഫത റസൂലില്ലാഹ്, സിദ്ദീഖ് തങ്ങളെ ഇതെന്താണ്? എന്റെ കൂടെ നിങ്ങൾ നടക്കേ? പറ്റില്ല, ഞാനിവിടെ നിന്ന് താഴെ ഇറങ്ങും, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറണം, അല്ലെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ നടക്കാം. നിങ്ങൾ നടക്കുകയും ഞാൻ മേലെ നിൽക്കുകയും ചെയ്യുന്നത് ശരിയല്ല. പള്ളി കമ്മിറ്റിയിലെങ്കിലും ചെറുപ്പക്കാരൊക്കെ കയറി വരുമ്പോഴേ മുതിർന്ന ആളുകളെ ആദരിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾക്ക് അങ്ങനെ ഒരു അർഹതയും ഒരു സ്ഥാനവും നൽകപ്പെടുമ്പോഴേ ഇത് എന്റെ മെച്ചം കൊണ്ടാണ് എന്നൊരിക്കലും തോന്നിപ്പോകരുത്. ഉസാമ തങ്ങൾ ചെയ്ത പണി നോക്കണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉസാമ നിങ്ങൾ ഇറങ്ങൂല്ല, ഞാൻ കയറൂല്ല. ഒരൽപ്പനേരം എന്റെ കാലിൽ ഇച്ചിരി മണ്ണായി എന്ന് വിചാരിച്ച് എന്ത് കുഴപ്പമുള്ളത്, ഞാൻ നടന്നോളാം, നിങ്ങൾ ഇറങ്ങരുത്. അങ്ങനെ ചോദിച്ചു ഉസാമ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നോക്കണേ എന്തൊരു അദബാണിത്. സിദ്ദീഖ് എന്നവരാ ചോദിക്കുന്നത്. സ്വാഹിബു റസൂലില്ലാഹി ഫിൽ ഗാർ, ഹബീബിന്റെ സ്വാഹിബായ സിദ്ദീഖ് എന്നവരെ, ഉസാമ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ, സിദ്ദീഖ് തങ്ങൾ ചോദിക്കുകയാണ് ഉസാമ തങ്ങളോട്. 17 വയസ്സുള്ള മീശ മുളക്കാത്ത സ്വഹാബിയാണ്, റോമിലേക്ക് പോകുന്ന സൈന്യത്തിന്റെ നേതാവ്. 1000-ഓളം വരുന്ന സ്വഹാബിമാർ ഈ മോന്റെ ചെറുപ്പക്കാരന്റെ പിറകിലാണ് നിൽക്കുന്നത്. എന്നിട്ട് സിദ്ദീഖ് എന്നവരൊരു ചോദ്യം ചോദിച്ചു. ഇത് മാതൃകയാണ്. മുതിർന്നവർ ചെറിയ ആളുകളെ, കഴിവുള്ള ആളുകളെ റെക്കഗ്നൈസ് ചെയ്യണം, അവരുടെ നേതൃത്വം അംഗീകരിക്കണം. ചെറിയ ആളുകൾ മുതിർന്ന ആളുകളെ അവമതിക്കരുത്, ബഹുമാനമില്ലാതെ പെരുമാറുകയും അരുത് എന്ന് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠമാണിത്. ഉസാമ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ, ചോദിച്ചോളൂ സിദ്ദീഖ് എന്നവരെ, എന്താ വേണ്ടത്? നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മദീനയിൽ ഒറ്റയ്ക്കാണ്. ഒരുപാട് മുർത്തദ്ദുകൾ സകാത്ത് തരില്ലെന്ന് പറഞ്ഞും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയിക്കൊണ്ടും ഭീഷണി ഉയർത്തുന്ന ഈ സമയത്ത് എനിക്ക് മദീനയിലെ വിഷയങ്ങൾ പരിഹരിക്കാൻ എന്റെ കൂടെ 1-2 ആളുകളെ എനിക്ക് വിട്ടുതരണം. ഉമർ എന്നവരെ എനിക്ക് വിട്ടുതരുമോ? ഉസ്മാൻ എന്നവരെ വിട്ടുതരുമോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ വേണം.
ഉസാമ, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ എൻ്റെ കൂടെ ഞാനിവിടെ മദീനത്ത് ഒറ്റക്കായി പോകും. എൻ്റെ കൂടെ സഹായത്തിന് 1-2 ആളുകളെ നിങ്ങൾ വിട്ടുതരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഉസാമ റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ, ആരെ നിങ്ങൾക്ക് വേണമോ അവരെ നിങ്ങൾ എടുത്തിട്ട് ബാക്കി മതി എൻ്റെ സൈന്യത്തിനെന്ന് ആ നേതാവിനോട് ബഹുമാനത്തോടെ മറുപടി കൊടുത്ത ഉസാമ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഉമർ തങ്ങളും മഹാനായ ഉസ്മാൻ എന്നവരും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരും സിദ്ദീഖ് തങ്ങളുടെ കൂടെ മദീനയിലാകുന്നത്. സമ്മതം ചോദിച്ചു വാങ്ങി. സമ്മതം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ സിദ്ദീഖ് എന്നവരെ? നിങ്ങൾ എടുത്തിട്ട് ബാക്കി മതി എനിക്ക് എൻ്റെ സൈന്യത്തിന് എന്ന് തിരിച്ചു പറഞ്ഞ ഉസാമ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പറയുന്ന മറുപടി അങ്ങനെയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആലിമായ സ്വഹാബിയാണ്. സ്വഹാബികളിൽ ആലിമീങ്ങളും ആലിമല്ലാത്തവരുണ്ട്, ഹാഫിദീങ്ങളും ഹാഫിദീങ്ങളല്ലാത്തവരുണ്ട്. സ്വഹാബികളിലെ ഉയർന്ന സ്ഥാനക്കാരായ ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, ഒരുപാട് കാറ്റഗറി ഉണ്ട് അവരവരുടെ സ്ഥാനത്തിനനുസരിച്ച്. പക്ഷേ സ്വഹാബികളിലെ ആലിമും മിൻ ഉലമാഇ സ്വഹാബയാണ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ ജംഅ ചെയ്യുന്നതിന് മുൻകൈയെടുത്ത മഹാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ടാസ്ക് ഏൽപ്പിച്ചത് സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളെ. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളാണ് ഉസാമ തങ്ങളുടെ ഉപ്പ, നബി തങ്ങളുടെ പോറ്റുമോൻ. അവരല്ല, ഇത് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളുടെ എളാപ്പയുടെ മകൻ ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കഴുതപ്പുറത്ത് മദീന പള്ളിയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ കാല് ചവിട്ടുന്ന ഒരു കയറ് കൊണ്ട് കെട്ടി ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. കാല് ചവിട്ടിപ്പിടി, അന്നത്തെ ബ്രേക്ക്. കഴുതപ്പുറത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ കഴുതപ്പുറത്ത് വന്നപ്പോ മഹാനവറുകൾക്ക് ഇറങ്ങാൻ വേണ്ടി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ റികാബ് കയ്യിൽ പിടിച്ചുകൊണ്ട് ചവിട്ടുന്ന സ്ഥലം കൈകൊണ്ട് പിടിച്ചുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസെ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് മഹാനവറുകളെ താഴേക്ക് ഇറക്കുമ്പോ വയസ്സെത്രയെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 20-ൽ താഴെ വയസ്സ്. 20-ൽ താഴെ. സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവർ അവരെക്കാളും എത്രയോ മുതിർന്ന വയസ്സ്. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ്, തങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ ഇറങ്ങാൻ നിൽക്കുമ്പോ കാല് വെക്കുന്ന സ്ഥലത്ത് ഈ മഹാപണ്ഡിതൻ കൈ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ താഴെ ഇറങ്ങിക്കോളൂ. അപ്പൊ പറഞ്ഞു സയ്യിദ് ഇബ്നു സാബിത്തേ, നിങ്ങളെപ്പോലുള്ള ഒരാൾ ഞാൻ കാല് വെക്കുന്ന സ്ഥലം കൈകൊണ്ട് പിടിക്കുകയോ, ഞാൻ ഇറങ്ങിക്കോളാം, പറ്റില്ല എന്ന് പറഞ്ഞു. കൈ പിടിച്ചു കൊടുത്തു. മഹാനായ ഇബ്നു അബ്ബാസ് എന്നവര് കൈ പിടിച്ച് ഇറങ്ങുമ്പോ ആ കൈ പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈ ഇങ്ങനെ മുത്തം വെച്ചുകൊണ്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കാണുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുക? അൽ മുഅല്ലിമുൽ അഅ്ളം നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന തങ്ങളായ സ്വഹാബി, ചെറുപ്പക്കാരനായ മുഫസ്സിറായ സ്വഹാബി താഴെ ഇറങ്ങിയിട്ട് മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുടെ കൈ പിടിച്ച് മുത്തിയിട്ട് പറഞ്ഞു, ഹകദാ ഉമിർനാ അൻ നഫഅല ബി ഉലമാഇനാ വ കുബറാഇനാ, ഈ ഉമ്മത്തിലെ മുതിർന്ന ആളുകളോടും ഈ ഉമ്മത്തിലെ ആലിമീങ്ങളെയും കാണുമ്പോൾ അവരുടെ കൈ പിടിച്ച് മുത്തണമെന്ന് ഞങ്ങൾ അഹ്ലു ബൈത്തിനോടും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആര് പഠിപ്പിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സയ്യിദ് ഒരു ആലിമിന്റെ കൈ പിടിച്ച് മുത്തുന്നു, ഒരു ആലിം ഒരു സയ്യിദിന്റെ കൈ പിടിച്ച് മുത്തുന്നു. ഈ രണ്ട് ബഹുമാനവും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് എന്ന് പറയുന്നത് രണ്ട് സ്വഹാബിമാർ. അതാണ് നമ്മുടെ ദീൻ, അതാണ് നമ്മുടെ ശരീഅത്ത്. ജസാക്കുമുല്ലാഹ്.